ഇന്ന് ഇവിടെ വീട്ടിൽ ആളില്ല. ഇവരമ്മ നാണ്ട സുഖമില്ലാതെ ആശുപത്രിയിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് കട്ടിങ് എല്ലാം നമ്മൾ തന്നെയാണ്, കറി വയ്ക്കാൻ പോകുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് കിട്ടിയതുണ്ട് അയില, നല്ല ഫ്രഷ് അയിലയാണ്. എന്താ മീൻ കിട്ടിയിട്ടുണ്ട്, കാണിച്ചുതരാം. എന്താ വാളയും അയിലയും. അയില 3 അയിലയുണ്ട്, അതുപോലെ ഒരു 2 വലിയ വാളയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇനി കട്ട് ചെയ്ത് ഇതിനെ ഇനി എണ്ണക്കറിയാണ് വയ്ക്കാൻ പോകുന്നത്. എണ്ണക്കറിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അനുവിന് ഏത് കറി ഇഷ്ടം? എണ്ണക്കറി ഇഷ്ടമുണ്ടോ? ഇല്ല, മീൻ പൊരിക്കുന്നതാണ് ഇഷ്ടം. പൊരിക്കുന്നതാണ് ഇഷ്ടം. ഐശുവിനാണെങ്കിലോ? എണ്ണക്കറി വയ്ക്കുന്നതാണ് ഐശുവിന് ഇഷ്ടം. ആൻമോക്കാണെങ്കിലോ? ഫ്രൈ ആണ്. ഒരു പൂച്ചക്കുട്ട ഇവിടെ വന്നിട്ട് ഭയങ്കര ശല്യം. അതുകൊണ്ട് നമ്മൾ മീൻ കട്ട് ചെയ്യുന്ന സമയം വന്നോളൂ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നമ്മൾ പപ്പ മീൻ കട്ട് ചെയ്യുന്നത് കാണുന്നുണ്ടോ? ഇതിന്റെ കുടലും പൂവൊക്കെ നമ്മൾ അടിക്കുകയാണ്. ഫ്രഷ് ഇലയാണ്. പൂച്ചക്കുട്ട ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. വാടാ ഇങ്ങോട്ടാ, ഇവിടെ വരുമെന്ന് അറിഞ്ഞൂടാ. നോക്ക്, വാ എടുത്തോ. പൂച്ചക്കുട്ടനെ കാണുന്നില്ല. പോട്ട് പോ അങ്ങ് പോടാ പൂച്ച. വാള, നമ്മള് വാളയെ ഈ ചുണ്ണാമ്പൊന്നും കളയത്തില്ല കേട്ടോ. നമ്മുടെ ഒരുപാട് കൂട്ടുകാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ചുണ്ണാമ്പ് കളയണ്ടെന്നൊക്കെ ചോദിക്കും. നമ്മൾ കളയത്തില്ല കേട്ടോ. ഒരുപാട് കൂട്ടുകാർ ചുണ്ണാമ്പ് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൊച്ചു പിള്ളേർക്ക് വയറിളകും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. നമ്മുടെ കൂട്ടുകാരറിയാൻ വേണ്ടി പറയുന്നതാണ്. നമുക്ക് വാള ഉരിച്ചെടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഈ സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ചിട്ട് അങ്ങനെ വലിച്ചെടുത്താൽ മതി. ഉണ്ടാ ഇങ്ങനെ വന്നോളും കേട്ടോ. ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇതിന്റെ ചുണ്ണാമ്പ് കളയുമോളെ? കളയത്തില്ല കേട്ടോ. നമ്മളങ്ങനെ വാളമീൻ്റെ സൈഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വാളയെ ഫ്രൈ ചെയ്യുന്നതാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഉള്ളിയും മുളകൊക്കെയാണ് കൂടുതലായിട്ട് വയ്ക്കുന്നത് വാളമീനിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഉള്ളിയും മുളകും, അതുപോലെ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് കപ്പയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ് വാള. അയലയുടെ കാര്യം നമ്മുടെ കൂട്ടുകാർക്ക് അറിയാമല്ലോ. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ അയല ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൊള്ളിക്കലാണ്. ഇതിൻ്റെ മുതുകിൻ്റെ സൈഡിലായിട്ട് 2 സൈഡും കീറിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് മസാലയൊക്കെ തടക്കി അതിനെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയാം പൊള്ളിക്കലെന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. ആ പൊള്ളിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യണമെന്നുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർക്ക് ചെയ്ത് കാണിച്ചു തരാം. നമ്മളങ്ങനെ അയില മീനും ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എണ്ണക്കറിയാണ്. കാരണം നമ്മൾ ചോറ് വെച്ചത് കാരണമേ അതിൻ്റെ കൂടെ കറി ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എണ്ണക്കറി തന്നെയാണ് വയ്ക്കാൻ പോകുന്നത്.